മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മംഗളവാർത്തക്കാലം 4-ാം ഞായറാഴ്ചയായി ഇന്ന് പിറവി തിരുനാളിനായി നമ്മെ ഒരുക്കുന്ന ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിൽ നാം കണ്ടുമുട്ടുക വ്യക്തി ജീവിതത്തിൻ്റെയും രക്ഷാകര ചരിത്രത്തിൻ്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ദൈവത്തെയാണ്. മുൻപോട്ടേക്കുള്ള വഴികൾ ഇരുളടഞ്ഞതും അവ്യക്തവുമായി മാറുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന സന്ദേശവുമായി വ്യക്തി ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവം. വ്യക്തവും കൃത്യവുമായ ഇടപെടലുകൾ കൊണ്ട് രക്ഷാകര ചരിത്രത്തെ മുൻപോട്ട് നയിക്കുന്ന ദൈവം. 1-ാം വായന ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 50 മുതൽ 67 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ തന്റെ പിതൃഗ്രഹത്തെയും ബന്ധുമിത്രാദികളെയും മാതൃഭൂമിയെയും വിട്ട് ഇസഹാക്കിന്റെ ഭാര്യയാകുവാനായി പോകുന്ന റബേക്കയെ നാം കണ്ടുമുട്ടുന്നു. മുൻപോട്ടേക്കുള്ള തന്റെ ജീവിത വഴികളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ ധാരണ ഇല്ലാതിരുന്നപ്പോഴും അബ്രാഹത്തിന്റെ ഭൃത്യനൊപ്പം പോകുന്ന റബേക്ക ദൈവിക പരിപാലനയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവിക പദ്ധതിയോടുള്ള സഹകരണത്തിന്റെയും ഉദാർത്ത മാതൃകയായി നിലകൊള്ളുന്നു. 1 സാമുവേൽ 1-ാം അധ്യായം 1 മുതലുള്ള 2-ാം വായനയിൽ മക്കളില്ലാത്തതിന്റെ വേദനയും സഹപത്നിയുടെ കുത്തുവാക്കുകളും കൊണ്ട് വേദനിക്കുന്ന ഹൃദയവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഷീലോയിലെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഹന്നയെ നാം കണ്ടുമുട്ടുന്നു. ദൈവത്തിന്റെ ആനുകൂല്യം ലഭിച്ചവൾ, ദൈവകൃപയ്ക്ക് പാത്രമായവൾ എന്നൊക്കെയാണ് ഹന്ന എന്ന വാക്കിന്റെ അർത്ഥമെങ്കിലും സങ്കടക്കടലിൽ മുങ്ങിത്താണതാണ് ഹന്നയുടെ ജീവിതം. ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് അനുസ്മരിക്കണമേ, അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ എന്നുള്ള ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് സാമുവേലിന്റെ ജനനത്തിലൂടെ ദൈവം ഉത്തരം നൽകിയപ്പോൾ ഹന്നയുടെ വ്യക്തി ജീവിതത്തിന്റെ പ്രതിസന്ധിക്കുള്ള ഉത്തരം മാത്രമല്ല, സാമുവേൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ അഭിവാജ്യ സാന്നിധ്യമായി മാറുന്നു. സങ്കടങ്ങളിലും ദൈവത്തെ ഉപേക്ഷിക്കാത്ത ഹന്ന, തന്റെ നിലവിളികൾ പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയ ഹന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ള മാതൃകയായി മാറുന്നു. രക്ഷാകര ചരിത്രത്തിന്റെ പൂർണ്ണതയായ യേശുവിന്റെ ജനനത്തിൽ ഉടലെടുക്കുന്ന വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയത്തിന് ലഭിച്ച മംഗളവാർത്തയ്ക്ക് സമാനമായി ജോസഫിന് ലഭിച്ച അത്ര മംഗളകരമല്ലാത്ത വാർത്തയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. യഹൂദ ആചാരപ്രകാരം താൻ വിവാഹ നിശ്ചയം നടത്തിയ മറിയം ഇരുവരും സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെടുമ്പോൾ ജോസഫ് കടന്നുപോയ പ്രതിസന്ധി ഘട്ടത്തെയും ഈ സംഘർഷ നിമിഷങ്ങളിലെ ദൈവിക ഇടപെടലുകളെയും ഇതേ തുടർന്ന് ജോസഫ് സ്വീകരിച്ച നിലപാടുകളെയും നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. ഇരുവരും സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയാണെന്നറിയുമ്പോൾ മറിയത്തെ അപമാന്യതയോ പൊതുസമൂഹത്തിൽ അവഹേളിതയോ ആക്കുവാൻ ജോസഫ് ആഗ്രഹിക്കുന്നില്ല. യഹൂദ നിയമപ്രകാരം ഈ ഗർഭാവസ്ഥ ഗുരുതരമായ തെറ്റെന്നിരിക്കെ വിവാഹ വാഗ്ദാന കാലയളവിലെ ഈ പ്രതിസന്ധിയിൽ മറിയത്തെ യഹൂദ നിയമത്തിന് വിട്ടുകൊടുക്കുവാനും മരണശിക്ഷയിലേക്ക് തള്ളിവിടുവാനും എല്ലാ കാരണവും ഉണ്ടായിരിക്കെ തന്നെ മറിയത്തെ നിശബ്ദമായി വിവാഹമോചനം ചെയ്യുവാനാണ് നീതിബോധമുള്ള ജോസഫ് ചിന്തിച്ചത്. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, ജോലി പ്രവർത്തന മേഖലകളിൽ, എൻ്റെ ബന്ധങ്ങളിൽ എന്നെ ദ്രോഹിച്ചവരോട്, എന്നെ വേദനിപ്പിച്ചവരോട്, നിരന്തരമായി എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവരോട്, തെറ്റിദ്ധാരണകളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ ജോസഫിനെ പോലെ നീതിപൂർവം പ്രവർത്തിക്കുവാൻ എനിക്കാവുന്നുണ്ടോ? അതോ അനീതിക്ക് പകരം അനീതിയാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? നിശബ്ദതയെ ഒരു ബലഹീനതയായി കാണുന്നവരുണ്ട്. എന്നാൽ സുവിശേഷങ്ങളിൽ നിശബ്ദതയുടെ ആൾ രൂപമാണ് ജോസഫ്. അദ്ദേഹം പറഞ്ഞതായി ഒരു വാക്കുപോലും സുവിശേഷങ്ങളിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ജോസഫ് ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വചനത്തിൽ നാം വായിക്കുമ്പോൾ നിശബ്ദതയുടെ നിമിഷങ്ങൾ ജോസഫിന് വിചിന്തനത്തിന്റെയും ദൈവിക ഹിതം തിരിച്ചറിയുവാനുള്ള പ്രാർത്ഥനയുടെയും നിമിഷങ്ങളായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ജോസഫിനെ പോലെ പ്രതിസന്ധികളിലും വിഷമതകളിലും നിശബ്ദതയുടെ ആഴങ്ങളിൽ ദൈവഹിതം തിരിച്ചറിയുവാൻ പരിശ്രമിക്കുന്നവനാണോ ഞാൻ? ദൈവഹിതത്തിനായി
ഞാൻ കാതോർക്കാറുണ്ടോ? അതോ പ്രതിസന്ധി ഘട്ടങ്ങളിലെ വാദപ്രതിവാദങ്ങൾ എൻ്റെ ബന്ധങ്ങളുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമാകാറുണ്ടോ? ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം. ദൈവഹിതം തിരിച്ചറിയുക മാത്രമല്ല, വെളിപ്പെടുത്തപ്പെട്ട ദൈവിക പദ്ധതിയോട് പൂർണ്ണമായും സഹകരിക്കുന്ന ജോസഫ് ദാമ്പത്തിക സ്നേഹത്തിന്റെ ഉദാർത്ഥമായ മാതൃകയായി മാറുകയാണ്. തിരുക്കുടുംബം കടന്നുപോയ അനേകം പ്രതിസന്ധികളിൽ ആദ്യത്തെ ഈ പ്രതിസന്ധിയിൽ കുറ്റപ്പെടുത്തലുകളോ തള്ളിപ്പറയലുകളോ പഴിചാരലോ ഒന്നുമില്ലാതെ മറിയത്തെ സ്വീകരിക്കുവാനും ചേർത്തു പിടിക്കുവാനും യോസേപ്പിനായി. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവഹിതത്തിനായി കാതോർക്കുവാനും ജോസഫിനെ പോലെ പ്രിയപ്പെട്ടവരെ ചേർത്തു പിടിക്കുവാനും സംരക്ഷിക്കുവാനും എനിക്കാവുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ക്രിസ്മസിനായി ഏറ്റവും അടുത്ത ഒരുക്കങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അനിശ്ചിതത്വത്തിന്റെ നടുവിലും അസാധ്യമായ ഇടങ്ങളിലൂടെ റബേക്കയെ നയിച്ച ദൈവം എൻ്റെ ജീവിതത്തിലും ഇടപെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. സംശയങ്ങളുടെയും വേദനയുടെയും നടുവിൽ മുൻപോട്ടുള്ള ജീവിതം ഇരുളടഞ്ഞെടുത്ത് ഹന്നയുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം നമുക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അസാധ്യമായ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ തിരുകുടുംബത്തെ മുൻപോട്ട് നയിച്ച ദൈവം എൻ്റെ കുടുംബത്തിലും ഇടപെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമാനുവേലാണ്. ലോകാവസാനത്തോളം എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം. ആമേൻ.